ടു സലം ലേണിംഗ്. ഹബീമിസ് ആണ്. മക്കളെ, നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിരിക്കും അല്ലേ. ഒരു പാസേജ്, ഒരു പോമോ നമ്മൾക്ക് തന്നിട്ട് അത് വായിച്ച് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്കിതാ ഈ ഒരു ആക്ടിവിറ്റി കമ്പൽസറി ആണ്. മാത്രമല്ല ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ 4-5 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സമയം കളയാണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒരു റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. ആ സ്റ്റോറി വായിച്ചിട്ട് അതിനുശേഷം നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. സ്റ്റോറി വായിച്ചു തരാം. Once there lived a lion in the forest. He was the king of the animals. He killed many animals. The animals were in terror. They held a meeting and all the hares stood up. He was wise. He brought forth a plan. All the animals went to the lion. The animals told him that they would send one animal every day. The lion agreed. One day it was hare's turn. He reached the lion late. എന്താണ് തന്നിട്ടുള്ളത്? അതാ കാട്ടില് നമ്മുടെ എന്താണ് ലയണാണ് അവിടെ താമസിച്ചിരുന്നത്. ഫോറസ്റ്റിലൊരു ലയൺ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആനിമൽസിന്റെ കിങ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ആനിമൽസിനൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആനിമൽസ് വേറെ ടെറർ എന്ന് പറഞ്ഞാൽ എന്താ, അവർ പേടിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇതിനെതിരെ ഇവരെന്ത് ചെയ്തു, ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ ഒരു ഓൾഡ് ഹെയർ എന്ന് പറയുന്നത് ഒരു മുയൽ അല്ലെ, പ്രായമായിട്ടുള്ള ഒരു മുയൽ, വയസ്സായിട്ടുള്ളൊരു മുയലാണ് ഒരു പ്ലാൻ കൊണ്ടുവന്നത്. എന്താണ്, എല്ലാ ആനിമൽസും നമ്മുടെ ലയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഓരോ ദിവസവും ഓരോ ആനിമലിനെ വീതം നമ്മുടെ ലയണിന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വിടാം അല്ലെ. അല്ലാണ്ട് എല്ലാവരെയും പിടിച്ച് തിന്നേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ഓരോ ആനിമൽസിനെ ലയൻ്റെ അടുത്തേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ലയൺ എഗ്രി ചെയ്തു. അങ്ങനെ ഓരോ ദിവസം ഓരോ ആനിമൽസ് പോയി. നമ്മുടെ മുയലിന്റെ ടേണായി അല്ലെ. അങ്ങനെ മുയൽ എന്ത് ചെയ്തു, ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ലയൻ്റെ അടുത്തേക്ക് എത്തിയത്. ദ ലയൺ വാസ് ആംഗ്രി. അപ്പോൾ ലയൺ ആകെ ദേഷ്യപ്പെട്ടു അല്ലെ. ഹി ആസ്ക്ഡ് ദ ഹെയർ വൈ ഹി വാസ് ലേറ്റ്. എന്തുകൊണ്ടാണ് താമസിച്ച് വന്നത്? ഓരോ ദിവസം ഓരോ ആനിമൽസിനെ എനിക്കിവിടെ കഴിക്കാൻ വിടും. ഇത്തവണ മുയലിന്റെ അവസരമാണ്. മുയലാണ് ഇവിടെ ഭക്ഷണമായിട്ട് വരേണ്ടത്. എന്തുകൊണ്ടാണ് ലേറ്റ് ആയിരുന്നു നമ്മുടെ ലയൺ ചോദിച്ചു അല്ലെ. ഇപ്പൊ ഹെയർ എന്താ പറഞ്ഞത്, another lion had held him on the way. വരുന്ന വഴി വേറൊരു ലയൺ നമ്മുടെ ഹെയറിനെ പിടിച്ചു വെച്ചില്ല, നമ്മുടെ മുയലിനെ പിടിച്ചു വെച്ചു. ദ ലയൺ told him to show him the other lion. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ലയണിന് ദേഷ്യം വന്നു അല്ലേ. ഏത് ലയണാ എൻ്റെ ഭക്ഷണത്തിനെ പിടിച്ചു വെച്ചത്, എന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അല്ലേ. ദ ഹെയർ led him to a deep well. അങ്ങനെ മറ്റേ ലയണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുയല് നമ്മുടെ രാജാവായിട്ടുള്ള ലയണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ഒരു ആഴമുള്ള കിണറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അല്ലേ. ദ ലയൺ looked into the well and saw his own image in the water. അപ്പോൾ മറ്റേ ലയണിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കിങ്, നമ്മുടെ കിങ് ആയിട്ടുള്ള ലയൺ എന്ത് ചെയ്യാണ്, കിണറിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ എന്താ കണ്ടത്, ആ ലയണിൻ്റെ തന്നെ ഇമേജ് കണ്ടു അല്ലേ. ഹി took his image for another lion. അപ്പോൾ സ്വന്തം ഇമേജ് കണ്ടിട്ട് ആരാ വിചാരിച്ചത്, നമ്മുടെ ലയൺ വിചാരിച്ചു അത് വേറൊരു ലയണാണെന്ന് അല്ലേ. അങ്ങനെ ആ ലയണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു കിണറ്റിലേക്ക്, ഈ ആഴമുള്ള കിണറ്റിലേക്ക് നമ്മുടെ ലയൺ എടുത്ത് ചാടി. അങ്ങനെ മർഗയ അല്ലെ, നമ്മുടെ ലയൺ ഡെഡ് ആയി. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കഥ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പാസേജ് തരും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, പുറത്തുനിന്നുള്ള പാസേജ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കവിതയായിരിക്കും. വാട്ട് എവർ, നമുക്ക് പുറത്തുനിന്നൊരു പാസേജ് തരും, അല്ലാന്നുണ്ടെങ്കിൽ കവിത തരും. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ആദ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് കോൾ ഓഫ് ടൈം ഉണ്ട്, പിന്നെയും വായിക്കുക. അങ്ങനെ വായിച്ചതിന് ശേഷം ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കിക്കേടാം. ദ ഇവന്റ് വിച്ച് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ സ്റ്റോറി ഈസ്. സ്റ്റോറിയിൽ വന്നിട്ടില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിയിൽ ഇല്ലാത്ത ഇവന്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതിന്റെ ആൻസേഴ്സ് നമ്മൾ എഴുതണമായിരുന്നു. ഇപ്പൊ നമുക്ക് സിലബസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസറിന് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ദ ഹെയർ dug a deep well. നമ്മുടെ മുയൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കിണർ കുഴിച്ചു. ദ ഹെയർ led the lion to a well. നമ്മുടെ മുയൽ നമ്മുടെ ലയണിനെ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ ലയൺ saw his image in the well അല്ലെ. ലയൺ സ്വന്തം ഇമേജ് ആ ഒരു കിണറിൽ കണ്ടു. The lion jumped into the well. ലയൺ വെല്ലിൻ്റെ ഉള്ളിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, സ്റ്റോറിയിൽ വന്നിട്ടില്ലാത്ത ഇവന്റ്. അപ്പോൾ ബാക്കി 3 കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിണർ കുഴിക്കുന്നത് നമ്മുടെ മുയലാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇതിലില്ലാത്ത ഇവന്റ് ഏതാണ്, ഫസ്റ്റ് വൺ ആണ്. സെക്കൻഡ് ആണ് നോക്കിക്കേടാ. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഫിയർ. പേടി എന്നർത്ഥം വരുന്ന ഒരു വേർഡ് പാസേജിൽ നിന്ന് കണ്ടെത്താം. വൈസ്, ഇമേജ്, ടേൺ, ടെറർ. ഏതാണ്? വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബുദ്ധിശാലിയായിട്ടുള്ളത്. ഇമേജ് എന്ന് പറഞ്ഞാൽ രൂപം അല്ലെ. ടേൺ എന്ന് പറഞ്ഞാൽ അവസരം, അല്ലാന്നുണ്ടെങ്കിൽ തിരിയാന്നൊക്കെയാണ് അർത്ഥം. ടെറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയം, അല്ലാന്നുണ്ടെങ്കിൽ ഫിയർ എന്നാണ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ദ ലയൺ കിൽഡ് മെനി ആനിമൽസ്. ദ ആനിമൽസ് വെർ അഫ്രേഡ് ഓഫ് ഹിം. വാട്ട് ഡിഡ് ദേ ഡു ദെൻ അല്ലെ. ലയൺ കുറേ ആനിമൽസിനെ കൊന്നു, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആനിമൽസ് പേടിച്ചിരിക്കുകയാണ്.
അങ്ങനെ അവർ എന്താണ് ചെയ്തത്? ദേ റാൻ അവേ ഫ്രം ദ ഫോറസ്റ്റ്. അവർ ഫോറസ്റ്റിൽ നിന്ന് റാൻ അവേ ചെയ്തു. അവർ ലയണിനെ മീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അവരൊരു മീറ്റിംഗ് നടത്തിയോ? ദേ ഹെഡ് ബിഹൈൻഡ് ദ ബുഷ്. എന്താണ്? അവരൊരു മീറ്റിംഗ് നടത്തി അല്ലേ? എന്നിട്ടാണ് അവർ ലയണിനെ മീറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത്. ഹി ബ്രോട്ട് ഫോർത്ത് എ പ്ലാൻ. നമ്മുടെ ഹെയർ ഒരു പ്ലാൻ കൊണ്ടുവന്നു അല്ലേ? വാട്ട് വാസ് ദ പ്ലാൻ? എന്തായിരുന്നു പ്ലാൻ? ടു കിൽ ദ ലയൺ അറ്റ് നൈറ്റ്, to choose the hare as the king of the animals, to send one animal every day, to wait for another 2 weeks. ഇതാണ് അവരുടെ പ്ലാൻ. യെസ്, ടു സെൻഡ് വൺ ആനിമൽ എവറി ഡേ. എല്ലാ ദിവസവും ഒരു ആനിമലിനെ വെച്ചിട്ട് അയക്കാം എന്നുള്ളതായിരുന്നു അല്ലേ? ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഫീൽ പിറ്റി ഫോർ ദ ലയൺ? നിങ്ങൾക്ക് ലയണിനെ അല്ലെങ്കിൽ ലയണോട് ചെയ്തത് മോശമായി പോയി അല്ലെങ്കിൽ അതിനോട് പാവം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് നമുക്ക് എഴുതേണ്ടതാണ്, ഓപ്ഷൻസ് ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാൻ. ലയണോട് നിങ്ങൾക്ക് ലയൺ മരിച്ചു പോയതിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ സഹതാപം ഉണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതും എഴുതാം. എൻ്റെ റീസൺ എന്താണെന്ന് എഴുതണം. അപ്പോൾ മിസ് വെച്ചിരിക്കുന്ന ആൻസർ നോ എന്നാണ്, ബിക്കോസ് ഹി കിൽഡ് മെനി ആനിമൽസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ലയണോട് പിറ്റി തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരു കോംപ്രഹെൻഷൻ തരും. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഒരു മോഡൽ തന്നതാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.